ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ബികോമിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതിയാർ യൂണിവേഴ്സിറ്റി ബികോം സെക്കൻഡ് ഇയറിലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിലെ സെക്കൻഡ് ലെസൺ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ലെസൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, കഴിഞ്ഞ പാർട്ട് 1 എന്ന് പറയുന്ന ഈ ഒരു ലെസണിൻ്റെ പാർട്ട് 1 എന്ന് പറയുന്ന വീഡിയോയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആയിരുന്നു പഠിച്ചത്. ഇനി നമുക്ക് ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത് എന്താണ്? എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പഠിക്കാം. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ, അതായത് ഒരു നിർമ്മാണ ഒരു ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ടും നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്, അതല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, അതായത് അസംസ്കൃത വസ്തുക്കളെ ഒരു ഫൈനൽ ഉൽപ്പന്നത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ നടക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ മെയിനായിട്ടും നടക്കുന്നത് എന്താണ്? ഒരു പ്രൊഡക്ഷൻ, ഒരു ഉൽപ്പാദനമാണ് അല്ലേ. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ നടക്കുന്ന മെയിനായിട്ടുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ പേര് തന്നെ എന്താണ്? കോസ്റ്റ് ആണ് അല്ലേ, കോസ്റ്റ് മാനേജ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്? മെയിനായിട്ടും കോസ്റ്റ്, ചിലവുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ചിലവുകൾ കമ്പ്യൂട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിനെ പല കോസ്റ്റുകളായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? തരം തിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് 3 ആയിട്ടാണ്: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ലെസണിൽ തന്നെ നമ്മൾ പഠിച്ചിരുന്നു എന്താണ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ് ഒക്കെ. ഒന്നും കൂടെ പറഞ്ഞു തരാം. മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ, ഒരു ഉൽപ്പാദനം തുടങ്ങുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അവിടെ നമുക്ക് മെയിനായിട്ട് ഫസ്റ്റായിട്ട് വേണ്ട കാര്യം എന്താണ്? ആ ഒരു ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസുകൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസുകൾ, അസംസ്കൃത വസ്തുക്കളാണ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്? ഒരു പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വരുന്ന ഒരു ചിലവ്, ഒരു കോസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ തന്നെ എന്ത് വരുന്നുണ്ട്? ഡയറക്റ്റ് മെറ്റീരിയലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയലും വരുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ആ ഒരു ഉൽപ്പന്നവുമായിട്ട് ഡയറക്റ്റായിട്ട് വരുന്ന കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളൊരു മെറ്റീരിയൽ, അതായത് ഇപ്പം നമ്മളൊരു ക്ലോത്ത് ആണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ആ ഒരു ക്ലോത്തിലോട്ട് ഡയറക്റ്റായിട്ട് വരുന്ന മെറ്റീരിയൽ എന്താണ്? കോട്ടൺ ആണ് അല്ലേ, കോട്ടൺ ആണ്. അല്ലെങ്കിൽ നമ്മളൊരു ലെതർ ഗുഡ്സ് ആണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ആ ഒരു ലെതർ ഉൽപ്പന്നങ്ങളിലോട്ട് മെയിനായിട്ടും വരുന്ന ഡയറക്റ്റായിട്ട് വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ലെതർ ആണ്. ദെൻ നമ്മളൊരു ഫർണിച്ചറാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫർണിച്ചറിലോട്ട് ഡയറക്റ്റ് വരുന്ന മെറ്റീരിയൽ എന്താണ്? വുഡാണ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ എന്ത് വരുന്നുണ്ട്? കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഓക്കെ, ഇതിൽ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയലും വരുന്നുണ്ട്. ഓക്കെ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ആ ഒരു ഉൽപ്പന്നവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ചിലവിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ അഥവാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ആ ഒരു ഉൽപ്പന്നവുമായിട്ട് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ചിലവ് അല്ലേ. ഇപ്പോൾ നമ്മൾ നേരത്തെ കേസ് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കേസിൽ പറഞ്ഞു, നമ്മളൊരു ക്ലോത്ത് ആണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ആ ഒരു ക്ലോത്തിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ എന്താണ്? കോട്ടൺ ആണ്. ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ത്രെഡ് ആണ്. ആ ഒരു ക്ലോത്ത് ഉണ്ടാക്കിയതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അതെന്താണ്? ആ ഒരു ഉൽപ്പന്നത്തെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നത് പല പ്ലാന്റ് ആൻഡ് മെഷീനറിയിലായിരിക്കും. അപ്പോൾ ആ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഓയിൽ, ഗ്രീസ്, അതിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് നമുക്ക് അത്തരത്തിലുള്ള ടൂളുകൾ, കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ആ ഒരു ഉൽപ്പന്നത്തെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്ന മെറ്റീരിയൽ എന്താണെന്നും മെറ്റീരിയലിന് വീണ്ടും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വരുന്നുണ്ട്.
അതും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. ഇനി നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്ന എന്താണ് ഈ ഒരു ലാബറാണ് അല്ലേ. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്ന എലമെൻറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ലാബറാണ്. നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞ കോസ്റ്റ് മാത്രമല്ല, അതിന് പുറമെ നമുക്ക് എന്തും കൂടെ വരുന്നുണ്ട്, ലാബർ വരുന്നുണ്ട് അല്ലേ. അതായത് ഒരു അസംസ്കൃത വസ്തുവിനെ ഒരു ഫിനിഷ്ഡ് ഉൽപ്പന്നത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അവിടെ മെയിനായിട്ട് വേണ്ട കാര്യം, മെറ്റീരിയലിന് പുറമെ മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ എഫേർട്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഹ്യൂമൻ എഫേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ തൊഴിൽ ചെയ്യാൻ അവിടെ ആരുടെ ആവശ്യമാണ്, തൊഴിലാളികളുടെ ആവശ്യമാണ് അല്ലേ, ലാബേഴ്സിൻ്റെ ആവശ്യമാണ്. അവർ ചെയ്യുന്ന ആ ഒരു ഹ്യൂമൻ എഫേർട്ടിന് നമ്മൾ റെമ്യൂണറേഷനും കൂടെ കൊടുക്കും. എന്താണ് കൊടുക്കുക, വേജ് അല്ലെങ്കിൽ സാലറി കൊടുക്കുക അല്ലേ. അപ്പോൾ അതാണ് ലാബർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ലാബർ എന്ന് വെച്ചാൽ ആ ഒരു റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്കൊരു ഹ്യൂമൻ എഫേർട്ടിന് ആവശ്യമാണ്. ആ ഒരു ഹ്യൂമൻ എഫേർട്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ലാബർ. ദെൻ ആ ഒരു ലാബർ ചെയ്യുന്ന വർക്ക് നമ്മളൊരു റെമ്യൂണറേഷൻ കൊടുക്കും അല്ലേ, പേ ചെയ്യും അല്ലേ. അത് വേജ് ആകാം, സാലറി ആകാം. അതിനെയാണ് ലാബർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ലാബറിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ലാബർ, ഇൻഡയറക്റ്റ് ലാബർ എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ലാബർ എന്ന് വെച്ചാൽ ആ ഒരു പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് വർക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ ഡയറക്റ്റ് ലാബർ എന്ന് വിളിക്കുന്നത്. then ആ ഒരു ലാബറിന് കൊടുക്കുന്ന ആ ഒരു വേജ് ഓർ സാലറി, അതാണ് ഡയറക്റ്റ് ലാബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫർണിച്ചറാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊഡക്ഷൻ ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്കൊരു കാർപ്പൻറ്ററിന് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാർപ്പൻറ്ററിന് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഒരു വേജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെന്താണ്, ഒരു ഡയറക്റ്റ് ലാബർ കോസ്റ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോർമാൻ അല്ലെങ്കിൽ സെയിൽസ്മാനൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അവർക്കും ഒരു എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും അല്ലേ. ഇതൊക്കെ എന്താണ്, ആ ഒരു പ്രൊഡക്ഷനുമായി നേരിട്ട് വരുന്ന ഡയറക്റ്റ് ലാബർ കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലാബേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഈ ഒരു ലാബറിൽ തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് ലാബർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ ഒരു ഇൻഡയറക്റ്റ് ലാബർ എന്ന് വെച്ചാൽ ആ ഒരു പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് എന്താണ് ചിലവ് വരാത്ത അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ് എന്ത്, ഇൻഡയറക്റ്റ് ലാബർ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഡയറക്റ്റ് ലാബർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ആ ഒരു പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള ലാബേഴ്സ് വർക്ക് ചെയ്യുന്നില്ല. ഇവരൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ലാബേഴ്സാണ്. അപ്പോൾ നമ്മൾ അവർക്കും ഒരു വേജ് അല്ലെങ്കിൽ സാലറി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ഒരു പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രൊഡക്ഷന് വരുന്ന ഇൻഡയറക്റ്റ് ലാബർ കോസ്റ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ലാബർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു ബിസിനസ് എന്താണ്, അതായത് ഒരു ബിസിനസ്സിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷനാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ ഒരുപാട് മാനേജേഴ്സ്, സെയിൽസ്മാൻ, മറ്റ് സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരിക്കും. അവരാണ് ആ ഒരു പ്രൊഡക്ഷന് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ലാബേഴ്സ്. ഇവർക്ക് നമ്മൾ സാലറി അല്ലെങ്കിൽ വേജ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടാവും, അവർക്ക് നമ്മൾ സാലറി അല്ലെങ്കിൽ വേജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ആ ഒരു പ്രൊഡക്ഷനെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഇൻഡയറക്റ്റ് ലാബർ കോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള ലാബറിൻ്റെ കേസ്, ലാബർ എന്താണെന്നും ലാബറിൻ്റെ അണ്ടറിൽ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലാബേഴ്സ് വരുന്നുണ്ട് അല്ലേ. ഇതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മുടെ ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്ന എലമെൻ്റ് എന്താണ്, എക്സ്പെൻസസ് അല്ലേ. എക്സ്പെൻസസ് എന്ന് വെച്ചാൽ നമുക്കറിയാം എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ചിലവാണ്. ഓക്കെ, അതായത് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷന് ഈ ഒരു മെറ്റീരിയൽ അതുപോലെ തന്നെ ലാബറിൻ്റെ പുറമെ വരുന്ന ചിലവിനെ അല്ലെങ്കിൽ എക്സ്പെൻസിനെ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിനെയൊക്കെ വിളിക്കുന്ന പേരാണിത് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എക്സ്പെൻസിൽ എന്തുണ്ട്, ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ആ ഒരു പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് വരുന്ന ചിലവുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു മെറ്റീരിയൽ ആൻഡ് ലാബർ എലമെൻറ്റ്സ് കൂടാതെ ആ ഒരു ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ യൂണിറ്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ഉൽപ്പന്നത്തിന് നമ്മളൊരു പാറ്റേൺ കൊടുക്കണം അല്ലെ, ഒരു ഡിസൈൻ കൊടുക്കണം, അതും ഒരു ചിലവാണ്. അതുപോലെ തന്നെ ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ റോയൽറ്റി അല്ലേ, അതിന് നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്ഷനുമായിട്ട് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചിലവുകൾ, എക്സ്പെൻസസ് ആണ് ഈ ഒരു മെറ്റീരിയൽ ലാബറിന് പുറമെ.
ഓക്കെ, അതാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ആ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനുമായിട്ട് ഡയറക്റ്റ് അല്ലാതെ വരുന്ന ചിലവുകൾ എന്തൊക്കെയായിരിക്കും? അപ്പോൾ നമ്മളൊരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ബിൽഡിങ് ആ റെൻറ്റിനാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ ആ ഒരു വാങ്ങിച്ചിട്ടുള്ള ആ ഒരു മെഷീനറിക്ക് ഡിപ്രിസിയേഷൻ വരികയാണെങ്കിൽ അത് എക്സ്ട്രാ ചാർജാണ്. അങ്ങനെ ഒരുപാട് ആ പ്രൊഡക്ഷൻ യൂണിറ്റുമായിട്ട് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിലെ മൂന്നാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസസും അതുപോലെ തന്നെ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ലെസണിൽ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റും അതിൻ്റെ അണ്ടറിൽ വരുന്ന 3 എലമെൻറ്റ്സുകളും then അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു എലമെൻറ്റ് ഓഫ് കോസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കേണ്ടതുണ്ട്, കുറച്ച് ടേംസുകൾ കൂടെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ഓരോ എലമെൻറ്റ്സ് പറഞ്ഞപ്പോൾ മെറ്റീരിയൽ, ലാബർ, എക്സ്പെൻസസ് ഒക്കെ പറഞ്ഞപ്പോൾ അതിൽ ഒരു സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലേ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഡയറക്റ്റ് പോർഷനെ വിളിക്കുന്ന പേരാണിത് പ്രൈം കോസ്റ്റ് എന്നുള്ളത്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലാബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നിവയെല്ലാം പ്രൈം കോസ്റ്റുകളാണ്. എന്നാൽ ഇൻഡയറക്റ്റ് പോർഷൻ, അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലാബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഈ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണിത് ഓവർ ഹെഡ്സ്. ഓക്കെ, ഈ ഒരു ഓവർ ഹെഡ്സിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ്, ദ ലാസ്റ്റ് വൺ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. ഓക്കെ, ഈ ഒരു ടേമുകൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്ന പേപ്പർ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. ഇനി നമുക്ക് ഈ ഒരു ലെസണിലെ ലാസ്റ്റ് പോർഷൻ ആണ് പഠിക്കാനുള്ളത്, മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. ഓക്കെ, നമ്മൾ കോസ്റ്റ് എന്താ, കോസ്റ്റിംഗ് എന്താന്നൊക്കെ കഴിഞ്ഞ ലെസണിലും ഈ ലെസണിലൊക്കെ ആയിട്ട് പറഞ്ഞു തന്നിരുന്നതാണ്. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവിനെ വിളിക്കുന്ന പേരാണത് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഒരു ഉൽപ്പന്നത്തിന് വരുന്ന ചിലവ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സുകൾ, ഒരു 8 മെത്തേഡ്സുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടെക്നിക്സുകൾ, ഒരു 6 ടെക്നിക്സോളം ഉണ്ട്. അപ്പോൾ ആ ഒരു 6 ടെക്നിക്സ് അല്ലെങ്കിൽ ആ ഒരു 8 മെത്തേഡ്സുകൾ ജസ്റ്റ് ലിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, സെൽഫായിട്ട് തന്നെ റെഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ലെസണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റും എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ് ഈ ലെസണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു 2 കാര്യങ്ങൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളുടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ജസ്റ്റ് ഒരു ലിസ്റ്റാണ് പറഞ്ഞു തരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സെൽഫായിട്ട് പ്രിഫർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതിലോട്ട് കിടക്കാം. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ ഒരുപാട് കോസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, മെത്തേഡ്സുകൾ ഉണ്ട്. അപ്പോൾ അതിൽ 6 കോസ്റ്റിംഗ് ഒന്ന് പറഞ്ഞു തരാം. ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ എന്താണ് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, പല ഏരിയകൾ, പല മേഖലകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഓരോ മേഖലയിലും വരുന്ന കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വരുന്ന മെത്തേഡ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടെക്നിക്സുകളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ഒരു ടെക്നിക്സ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ലാസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോസ്റ്റിംഗിൽ വരുന്ന മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സുകൾ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലെസൺ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുന്ന 2 വീഡിയോസുകളായിട്ടാണ് ഈ ഒരു ലെസൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 വീഡിയോസുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി വിചാരിക്കും.